നമ്മൾ തുർക്കിയിൽ നമ്മുടെ റൂം വെക്കേറ്റ് ചെയ്തു. ഞാൻ എന്തുകൊണ്ടാണ് ഈ റെസ്റ്റോറൻറ്റ് എടുക്കാൻ പറഞ്ഞതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇത് പ്രൊമോഷനോ ഒന്നുമല്ല, ഞാനിനി തുർക്കിയിലോട്ട് വരുമോന്നോ ഒന്നും എനിക്കൊരു പിടിയില്ല. പക്ഷെ ഈ റൂമിന് ആള് ഞങ്ങൾക്ക് അത്രയും ഫ്ലേവറായിട്ട് ഒത്തിരി കാര്യം ഫേവർ ചെയ്തു തന്നു. കാര്യം നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് പോയി. ഇപ്പൊ നമ്മൾ പോണത് ബ്ലൂ മോസ്കിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുത്തന കയറ്റം നമ്മൾ കയറിക്കൊണ്ടിരിക്കുവായിരുന്നു. അല്ല മായ, ഹൗ യു ഫീൽ? കുത്തന കയറ്റം കയറുമ്പോൾ പ്രത്യേകിച്ച് ഫീലൊന്നുമില്ല, നല്ല കിതപ്പ് മാത്രമേ ഉള്ളൂ. ശ്വാസം കിട്ടാനില്ല. അപ്പതാ കയറിക്കൊണ്ടിരിക്കുക. ശരിക്കും ഒരു ലോഡ് ഷിമ്മി കൂടും ഉണ്ട് കവർ. സത്യം പറഞ്ഞാൽ ട്രിപ്പിന് വരുമ്പോൾ ഒരു ദിവസം പർച്ചേസിങ് മാത്രം. ഗൈഡായിട്ട് പോണണ്ടോ, അതൊരു ഗൈഡാണ്. അയാൾക്കടെ ചങ്കത്തൊരു ബാഡ്ജ് ഉണ്ടോ, അപ്പോൾ ഫുൾ നെഞ്ചത്തൊരു ബാഡ്ജ് ഉണ്ടോ, അത് ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്യാണ്. തുർക്കിയുടെ ഫ്ലാഗ് കത്തണു കാറ്റത്ത്. തുർക്കിയിൽ കാര്യം തണുപ്പാന്ന് പറഞ്ഞാലും നമ്മുടെ UK തണുപ്പ് വെച്ച് നോക്കുമ്പം ഇവിടെ ഒരു തണുപ്പില്ല. കാര്യം ഞാൻ ഷോർട്സ് ഇട്ടിട്ടാണ് ഞാൻ പോണത്. ഓക്കെ, നല്ല വെയിലുണ്ട്, നല്ല ക്ലൈമറ്റാ. ഇപ്പൊ വരാനാ നല്ലതെന്ന് തോന്നുന്നു അല്ലേ? ഓവർ ചൂടാണെങ്കിൽ വേർത്ത് പണ്ടാരടക്കും. ഇപ്പൊ തന്നെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം വേർത്തിട്ട് ജാക്കറ്റ് ഊരി കളയാൻ തോന്നുന്നുണ്ട്. ഒത്തിരി ചൂടത്ത് വരാതെ ഈ ഒരു ക്ലൈമറ്റ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ തുർക്കി ഇപ്പൊ കാണിക്കുമ്പോൾ 9 ഡിഗ്രി 10 ഡിഗ്രി 15 ഡിഗ്രിക്കാണ് രാവിലെ. രാത്രി നല്ല തണുപ്പുണ്ട് കേട്ടോ. രാത്രി ആകുമ്പോൾ ഒരു 8 ഡിഗ്രി 9 ഡിഗ്രി കാണിക്കുന്നുണ്ട്. പക്ഷെ ഇറ്റ്സ് പെർഫെക്റ്റ് ടൈം. പക്ഷെ UK എന്ന് വരുമ്പോൾ നമുക്ക് ആ തണുപ്പ് അത്ര അങ്ങ് എഫക്റ്റ് ചെയ്യണില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ ഇവിടെ 15 ഡിഗ്രിയാ. എനിക്ക് സത്യം പറഞ്ഞാൽ ചൂടെടുക്കും. അത് നമുക്ക് ചെയ്യാം. നമുക്ക് വീട്ടിൽ അവിടെ ചെന്നിട്ടാണെങ്കിലും ചെയ്യാലോ. മച്ചാനെ ബാങ്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കയറാനുള്ള ഓപ്ഷനുണ്ട്. നമ്മളെല്ലാവരും കയറണം. അതിൻ്റെ അകത്ത് കൊത്തുപണി നല്ല രസമാണ് കാണാൻ. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനത് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാതിരുന്നത്. പക്ഷെ നമുക്ക് കയറാം. ഓക്കെ, എല്ലാം നമസ്കാര സമയത്ത് നമുക്ക് കയറാം. പിന്നെ ടൂറിസ്റ്റ് ആയിട്ടുള്ളവർക്ക് ഒരു പരിധി വരെ കയറാനുള്ള ഒരു ഓപ്ഷനും അവർ വെച്ചിട്ടുണ്ട്. ഇതിപ്പം മുസ്ലിംസിന് കണ്ടാൽ മനസ്സിലാവും, ഇത് നമ്മുടെ ഒരു എന്താ പറയുക ചരിത്രത്തിൽ ഓരോരുത്തർക്കുടെ ഫാമിലി ട്രീ ആണ്. ആദം ഹവ്വ, അവർക്കുടെ മക്കൾ, പിന്നെ അവർക്കുടെ മക്കൾ, അങ്ങനെ സ്പ്ലിറ്റ് പോണ സംഭവമാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കണ്ടപ്പം ഒന്ന് എടുത്തു വെച്ചു എന്നുള്ളൂ. അടുത്ത ഞങ്ങളുടെ തുർക്കി എപ്പിസോഡിൽ നിങ്ങളെ ഒന്ന് കാണാമല്ലോ ഗൈസ്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നമ്മുടെ ഷെഫീൽഡ് ഇന്ന് കുറച്ച് മലയാളികളെയും കണ്ടു. ബ്രോ പേരെങ്ങനെയാ ബ്രോ? അമല്ലേ, പേരെങ്ങനെയാ? ഷാലിമ. എന്താ പഠിക്കണപ്പോൾ? പഠിക്കണം കഴിഞ്ഞ ബിഗ് ഡേറ്റ. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ തുർക്കി ലാസ്റ്റ് അതായത് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യുകയാണ്. വെക്കേറ്റ് ചെയ്തപ്പോൾ നിങ്ങളെന്ത് മിണ്ടായിരിക്കുക. നമ്മൾ തുർക്കിയിൽ നമ്മുടെ റൂം വെക്കേറ്റ് ചെയ്തു. ഞാൻ എന്തുകൊണ്ടാണ് ഈ റെസ്റ്റോറൻറ്റ് എടുക്കാൻ പറഞ്ഞതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇത് പ്രൊമോഷനോ ഒന്നുമല്ല, ഞാനിനി തുർക്കിയിലോട്ട് വരുമോന്നോ ഒന്നും എനിക്കൊരു പിടിയില്ല. പക്ഷെ ഈ റൂമിന് ആള് ഞങ്ങൾക്ക് അത്രയും ഫ്ലേവറായിട്ട് ഒത്തിരി കാര്യം ഫേവർ ചെയ്തു തന്നു. കാര്യം നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് പോയി. അപ്പം ഞങ്ങൾ പറഞ്ഞു ഈ പെട്ടിയൊന്നും ഇവിടെ വെച്ചോട്ടെ. 7 മണിക്കാണ് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞു. 5 മണിക്കൂർ പെട്ടി വെച്ചു, കാശൊന്നും മേടിച്ചില്ല. പക്ഷെ നമ്മൾ 5 മണിയായപ്പോൾ ഒന്ന് പറഞ്ഞു 2 മണിക്കൂർ നമുക്ക് ഈ റൂമൊന്നും തരൂ, ഒന്ന് വാഷ്റൂമിലേക്ക് പോയി റെസ്റ്റ് എടുക്കാനാന്ന് പറഞ്ഞു. പുള്ളിച്ച് എടുത്തോളാനും പറഞ്ഞു. ഇതാണ് കേട്ടോ മച്ചാൻ. ഈ മച്ചാൻ്റെ ഒന്ന് വെയിറ്റ് ബ്രദർ, ക്യാൻ വി ചെക്ക് ദിസ് വെയിറ്റ് വൺസ്? നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്തോട്ടെന്ന് ചോദിച്ചു. 50. അപ്പം ഇത് കയറ്റാം. അപ്പം അത് ഇപ്പം തന്നെ കയറ്റിക്കോ. ഹാൻഡിൽ ചെയ്തോളൂ. ബ്രദർ, ഷോ യുവർ ഫേസ്. ദിസ് ഈസ് മൈ ബ്രദർ. വെൻ യു കം ടു തുർക്കി, കം ദ റൂം ഹിയർ. They will give good discount. This is the visiting card. I will give in the description. Okay brother, thank you. ഈ റെസ്റ്റോറൻറ്റുകാരെ നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തു കേട്ടോ. കാര്യം നമ്മളിന്ന് രാവിലെ 10 മണിക്ക് വെക്കേറ്റ് ചെയ്തപ്പം
വെക്കേറ്റ് ചെയ്തപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് ചോദിച്ചു നമ്മുടെ ലഗേജ് മാത്രം ഇവിടെ നിന്ന് വെച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു വെച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ലഗേജ് എടുക്കാൻ വന്നത് 5 മണിക്കാണ്. അപ്പോൾ 2 മണിക്കൂർ ഈ റൂം ഒന്ന് യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി അന്നേരം നമ്മളോട് പറഞ്ഞു നിങ്ങൾ ചെറിയൊരു പേയ്മെൻറ്റ് എന്താണ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എടുത്ത് നമ്മൾ പറഞ്ഞു നിങ്ങൾ പറ നമ്മൾ ആ പേശ് തരാമെന്ന് പറഞ്ഞു. പുള്ളി 50 പൗണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ടൂ മച്ച് അല്ലേ എന്ന് ചോദിച്ചു. അതല്ലേ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പറയാൻ. അപ്പം ഞാൻ പറഞ്ഞു ഒരു 20 പറഞ്ഞ് ഞാൻ പേഴ്സ് തുറന്നപ്പം എൻ്റെ കയ്യിൽ 15 പൗണ്ടുള്ളതാണ്. അപ്പോൾ 15 കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ നോ പ്രോബ്ലം ബ്രദർ എന്നും പറഞ്ഞ് പോയി. അപ്പം ഇത് നല്ലതാണ്. ഓക്കെ, പക്ഷേ ഈ ഏരിയ അത്ര നല്ലതാണെന്നൊന്നും ഞാൻ പറയണില്ല. എടാ ഗോപി, നമുക്കിത് എത്ര പൗണ്ടിന് കിട്ടിയത് ഈ റൂം? 2 ദിവസത്തേക്ക് അല്ല 1 ദിവസത്തേക്ക്? 2 ദിവസത്തേക്കായിട്ടാണല്ലോ എടുത്തത്. 2 ദിവസത്തേക്ക് 50 പൗണ്ട്. 2 ദിവസത്തേക്കോ? 2 ദിവസത്തേക്ക് 50 പൗണ്ടോ? നമ്മൾ 4 പേർക്ക്. ഓക്കെ, അപ്പൊ 2 ദിവസത്തേക്ക് നമുക്ക് 50 പൗണ്ടായിട്ട് ആകെയുള്ളൂ. ഞങ്ങൾ 4 പേർക്ക് 2 റൂം വീഡിയോയിൽ കണ്ടുല്ലോ അല്ലേ നിങ്ങൾ? ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പയ്യെ എയർപോർട്ടിലോട്ട് പോവാണ്. വീഡിയോയിൽ ഇരുട്ടാന്നറിയാം, കാര്യം രാത്രി 8 മണിയായി. ഒരു ഷവർമ തിന്നണം, വീട്ടിൽ പോകണം.